ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് നമുക്ക് ആവശ്യമുള്ളത് ഒരു ക്യാപ്സിക്കം, പുതിനയില മല്ലിയില കുഞ്ഞതായിട്ട് അരിഞ്ഞത് 2 പിടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 3 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ കട്ട തൈര്, 1/2 കപ്പ് എണ്ണ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമില്ല. പിന്നെ 1 കിലോ ചിക്കൻ കുഞ്ഞതായിട്ട് മുറിച്ചത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയത് നമ്മൾ ഏത് പാത്രത്തിലാണോ ബിരിയാണി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആ പാത്രത്തിലേക്ക് ഇത് നിരത്തി വെക്കുക. എന്നിട്ട് ഒരു കത്തി കൊണ്ട് ഈ ചിക്കനിലേക്ക് ഒന്ന് കുത്തിയിടുക. ഇങ്ങനെ കുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേക്കുന്ന അരപ്പെല്ലാം ഈ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ കുത്തിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ മാഗിയുടെ ക്യൂബ് ആഡ് ചെയ്യാം. ഇവിടെ മാഗി സ്റ്റോക്ക് എന്നും പറഞ്ഞാണ് ഇത് കിട്ടുന്നത്. നാട്ടിൽ മാഗി ക്യൂബ്സ് എന്നും പറഞ്ഞ് കിട്ടും. അപ്പോൾ അതാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിക്ക് നല്ല രുചി കിട്ടും. എന്നിട്ട് നേരത്തെ നമ്മൾ കുഞ്ഞതായിട്ട് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം, മല്ലിയില, പുതിനയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, ഇതെല്ലാം കൂടെ നമ്മുടെ ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലേക്ക് ഞാൻ 3 പച്ചമുളകും കൂടെ ചേർത്ത് അരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബിരിയാണിക്ക് ഒരു എരി തരുന്നത്. എനിക്ക് അധിക എരി ആവശ്യമില്ലാത്തതുകൊണ്ടാണ് 3 പച്ചമുളകിൽ ഒതുക്കിയത്. നല്ല എരിയൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ പച്ചമുളകിൻ്റെ അളവ് കുറച്ചും കൂടെ കൂട്ടാം. ഇതിപ്പോൾ ഒരു മീഡിയം എരി മാത്രമേ കാണത്തുള്ളൂ ഈ ഒരു ബിരിയാണിക്ക്. ഇനി നമുക്കിതിലേക്ക് എണ്ണ ചേർക്കാം. ഈ ഒരു 1/2 കപ്പ് എണ്ണ അധികമൊന്നുമല്ല കേട്ടോ. കാര്യം ഈ ബിരിയാണിയിൽ ആകപ്പാടെ ഈ ഒരു എണ്ണ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ, വേറെ എണ്ണയൊന്നും ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല. ഇത് നല്ലപോലെ ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നതെങ്കിൽ തലേന്ന് തന്നെ ഇത് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ബിരിയാണിയുടെ രുചി വേറെ ലെവലാവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി ചേർക്കുന്നത് ഇതിന് ഇത്തിരി അത്യാവശ്യം ഫ്ലേവർ കിട്ടാനായിട്ടാണ്. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി മാത്രമേ ഞാൻ ഇതിൻ്റെ അത് ചേർത്തിട്ടുള്ളൂ. നമുക്ക് ഇതിനെ ഇനി ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെക്കാം. നാല് മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ചിക്കനാണിത്. ഇത് ഞാനൊന്ന് ലോ ഫ്ലെയിമിൽ കുക്കാവാൻ വേണ്ടി സ്റ്റൗ ടോപ്പിൽ വെച്ചിരിക്കുകയാണ്. ഇത് ഒന്ന് കുക്കാവുന്ന സമയത്ത് നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയുള്ള ചോറ് റെഡിയാക്കാം. അതിനായിട്ട് നമുക്ക് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ഇതെല്ലാം, ഉപ്പ്, ഇത്രയും കൂടെ 6 കപ്പ് വെള്ളത്തിൽ തിളപ്പിക്കാനായിട്ട് വെക്കാം. വെള്ളം തിളയ്ക്കുന്ന കൂടെ നമ്മുടെ ചിക്കൻ വെന്തോന്ന് അടയ്ക്കൊന്ന് നോക്കണം. അടി പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കൊന്ന് ചിക്കൻ്റെ ഓരോ കഷ്ണങ്ങൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഞാൻ ഈ ബിരിയാണിക്കായിട്ട് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് യൂസ് ചെയ്തത്. അപ്പം അത് നമുക്ക് ഒരു 3 കപ്പോളം എടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ അരി അതിലേക്കിട്ട് വേവിക്കാനായിട്ട് അടച്ചു വയ്ക്കാം. അരി ഏകദേശം ഒരു 90% അരി വെന്താൽ മാത്രം മതി. കാര്യം ലാസ്റ്റ് നമ്മൾ ചിക്കനിൻ്റെ മസാലയിലിട്ട് ഈ അരിനെ ഒന്ന് ദം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു 90% വെന്താൽ മതി. ഓവറായിട്ട് വേവേണ്ട കാര്യമില്ല. ഞാൻ ഇതിനു മുമ്പ് ലുലുവിലെ ബിരിയാണി കോമ്പറ്റീഷൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ആ ബിരിയാണിയുടെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമോ എന്ന്. അന്ന് ഞാൻ ചെയ്ത സെയിം ബിരിയാണിയാണിത്. പക്ഷേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാൻ അന്ന് ഈ ബിരിയാണി ലാസ്റ്റ് ദം സെർവ് ചെയ്തത് ബണ്ണിൻ്റെ അകത്തായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ വീട്ടിലൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ആയതുകൊണ്ട് ഞാനത് ബണ്ണിൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്യാനൊന്നും നിന്നില്ല. പക്ഷേ സെയിം ബിരിയാണി തന്നെയാണ് ഞാൻ അന്നും ഉണ്ടാക്കിയത്. ഈ സെയിം ബിരിയാണി നമ്മുടെ ചിക്കൻ ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിനി വേവിച്ച ചോറ് ഇതിലേക്ക്
ആഡ് ചെയ്യാം. നമ്മൾ ഈ ചോറെടുത്തിടുമ്പോഴത്തേക്ക് നമ്മുടെ ഏലക്കയും ഗ്രാമ്പും പട്ടയൊക്കെ കാണത്തില്ലേ, അപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുന്നതൊക്കെ എടുത്ത് നമുക്ക് മാറ്റാം. കാര്യം ചിലർക്കൊന്നും എന്താ പറയുക ഹോൾ സ്പൈസസ് ആയിട്ട് ഇരിക്കുന്ന ബിരിയാണിയിൽ കിട്ടുന്ന ഇഷ്ടമല്ല. മാക്സിമം അത് നമ്മുടെ കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്ത് മാറ്റുക. എന്നിട്ട് ചോറ് നമുക്ക് ഈ ചിക്കൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്യാം. ഈ അരിക്ക് നല്ല മണമാണ് കേട്ടോ, ഈ സ്പൈസസിൻ്റെ മണം എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ്, നല്ല മണം വരുന്നുണ്ട് ഈ ബിരിയാണിയുടെ. ഇനി കുറച്ച് പാലിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഈ ചോറിൻ്റെ മുകളിലോട്ട് ഞാൻ ഒഴിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് ലൈറ്റ് മഞ്ഞ കളറിൽ അവിടെ ഇവിടങ്ങളായിട്ട് മാത്രമായിട്ട് വരും. അപ്പോൾ ബിരിയാണി കാണാൻ നല്ല ഭംഗിയായിട്ട് വരും. പിന്നെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇട്ട് വറുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാം. ഇപ്പം തന്നെ കണ്ടില്ല, ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഒഴിച്ച പാലും മഞ്ഞളുടെയും മിക്സ് കളറ് മാറിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു അലൂമിനിയം ഫോയിൽ എടുത്ത് ഇതിനെ കവർ ചെയ്യാം, ഈ പാത്രത്തിനെ. എന്നിട്ട് ഇതിൻ്റെ മണ്ടയിൽ നമ്മുടെ ഗ്ലാസിൻ്റെ ലിഡ് വയ്ക്കാം. അപ്പോൾ ഇത് നല്ല പക്ക ദം ചെയ്ത ബിരിയാണി പോലെ നമുക്ക് കിട്ടും. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തെടുക്കാം. എൻ്റെ ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത ഡിഷുമായി വരുന്നത് വരെ ബൈ.